ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആസ്ട്രോ സ്പൈ ഗെയിമിംഗ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ക്വിഡ് ഗെയിമിൽ നമ്മൾ ഗാർഡായിട്ട് കളിച്ചിരുന്നു. സോ ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട് മാൻ ആയിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു 600 കോയിൻസ് കിട്ടി. ഞാൻ പിന്നെ ഇന്നലെ തന്നെ കുറേ ഗ്രൈൻഡ് ചെയ്തിട്ട് 1000 എത്തിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഫ്രണ്ട് മാനിനെ വെച്ചിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക. അതുമാത്രമല്ല, ഒരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട്. നമ്മൾ മിക്കവാറും അടുത്ത വീഡിയോ തൊട്ട് ഫേസ് ക്യാം ഓൺ ചെയ്തിട്ടായിരിക്കും വീഡിയോ ചെയ്യാൻ പോണത്. അത് എനിക്ക് അത്ര ഉറപ്പില്ല, മിക്കവാറും അടുത്തയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോ എന്തായാലും അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഫേസ് വെച്ചിട്ട്. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ ഗെയിമിലോട്ട് പോവാം നേരെ. സോ നമ്മൾ സ്ക്വിഡ് ഗെയിം എക്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറേ ഗെയിംസ് അതല്ലാതെ കളിച്ചിട്ടുണ്ട്. സ്ക്വിഡ് ഗെയിം എക്സ് കളിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പ്ലേ ചെയ്യാം. സോ നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടും സൗണ്ട് വർക്ക് ചെയ്യണം, എൻ്റെ വോയിസും കൂടെ കേൾക്കാനായിട്ട്. ഓക്കെ, സോ കണ്ടില്ലേ, ഞാൻ നല്ല ഗ്രൈൻഡ് ചെയ്ത് 1112 കോയിൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കെന്തോ ഗ്രൂപ്പ് റിവാർഡ്. സോ ഇവിടെ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഫ്രണ്ട് മാനിനെ പറ്റിയിട്ട്. കീപ് യുവർ ഐഡൻറ്റിറ്റി സീക്രട്ട്, കൺട്രോൾ ദ ഔട്ട്കം ഓഫ് ഗെയിംസ്, ഏൺ ബോണസസ് ഫോർ എലിമിനേഷൻ, ഗാർഡ്സ് ബെയിൽ യു ഔട്ട് ഇഫ് യു ലൂസ്, പെർക്സ്, ഗ്ലാസ് മേക്കർ, മാക്സ് സ്റ്റാറ്റ്സ്. നമുക്ക് ഗ്ലാസ് മേക്കർ ആവേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാ ഗ്ലാസ്സും ഏതാണെന്ന് അറിയാൻ പറ്റും. യൂസ് ടൂൾസ് ടു കൺട്രോൾ ദ ഗെയിംസ്, ആക്സസ് VIP റൂംസ്, കീപ് ഗെയിംസ് റണ്ണിങ് സ്മൂത്ത്ലി, പെർക്സ് 2x, ഏർണിങ്സ്, റിവോൾവർ, മാക്സ് സ്പീഡ് ബൂസ്റ്റ്. ഇതിൽ നമ്മുടെ ഗ്ലാസ് ഇല്ല. ആ ഗെയിമിൽ നമുക്ക് ഏതൊക്കെ ഗ്ലാസ്സും ഏതൊക്കെ ഗ്ലാസ് അല്ല അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഫുൾ കൺട്രോളും. അതാണ് എനിക്ക് ഫ്രണ്ട് മാൻ്റെ ക്യാരക്ടറാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ നമുക്ക് ഈ ആൾക്കാർ ചാവണേന് നമുക്കും പൈസ കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന്ന് കുറച്ചൊക്കെ നമ്മുടെ ഗാർഡ്സിന് സാലറി ആയിട്ട് കൊടുക്കും. അങ്ങനെയാണെന്നാണ് പറയണത്. സോ നമുക്ക് 100,000 കോയിൻസ് കൊടുത്തിട്ട് ഓക്കെ ഞാൻ കൊടുക്കാൻ പോവാം. നമുക്കൊരു പ്ലെയറായിട്ട് കളിക്കാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? ഇതല്ലേ ഇവിടെ താഴെ കണ്ടില്ലേ, വെൽക്കം സാർ, ഇറ്റ് ലുക്സ് ലൈക്ക് യു വാണ്ട്സ് ടു പ്ലേ ദ ഗെയിംസ് ബൈ യുവർസെൽഫ്. എല്ലാം അങ്ങനെ വരും. യുവർ ഐഡൻറ്റിറ്റി വിൽ ബി റിമെയിൻ ഹൈഡൻ അൺലെസ് യു ലൂസ്. നമ്മൾ ചാവണ വരെ ഇത് നമുക്ക് ഈ എഴുതി കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല, ഫോട്ടോ എടുക്കാൻ നമുക്ക് നല്ല സ്പീഡും കിട്ടും. അതാണ് വേറൊരു കാര്യം. റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് നമുക്കാണ് എല്ലാ കേപ്പബിലിറ്റി. പക്ഷെ നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിവിടെ സ്വിച്ച് ചെയ്യാം. നമ്മളാണ് ആദ്യത്തെ ജയിക്കാൻ. അതല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ് കാണിച്ചത്. ഫ്രണ്ട് മാനായ അതാണ് ഓക്കെ. സ്വിച്ച് ചെയ്യാം. നമുക്കിവിടെ റിവാർഡൊക്കെ കിട്ടുന്നതാണ്.
ഡാൻസ് കളിക്കും. ഡാൻസ് ഇമോട്ട്സ് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാവില്ല. അതെന്താ എനിക്കറിയില്ല. ബോഡിയൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. സോ എൻ്റെ ഐഡൻറ്റിറ്റി ഇതല്ല. ചിലപ്പോൾ ഞാൻ റിവീൽ ചെയ്യേണ്ട അവസ്ഥയും വരും. നമുക്ക് നോക്കാം. ഇവിടെ കുറേ ഡെഡ് ബോഡീസ് ആണ്. ഇതൊക്കെ എന്താ സാധനം? എനിക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഇവിടെ എന്താ ഡെഡ് ബോഡീസ് ഒന്നും ക്ലീൻ ചെയ്യാത്ത ഈ ഗാർഡ്സ്? 22 പേര് ഗൈസ് മരിച്ച. നമുക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട് 330 കോയിൻസ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഫ്രണ്ട് മാൻ ആവുന്നതിൻ്റെ ഗുണം? എൻ്റെ കോയിൻസ് കണ്ടിന്യൂ പിന്നെ അല്ലാതെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഡിജിറ്റൽ ഇല്ലല്ലോ, നമ്മൾ പോയി നിന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും മാക്സിമം ഇത് എത്ര വരെ കൊണ്ടുപോകാൻ പറ്റുമോ അത്ര വരെ കൊണ്ടുപോകും. നമ്മൾ ചത്തേണെങ്കിൽ നമുക്ക് ഫ്രണ്ട് മാൻ ആവാനേ പറ്റും. ഓക്കെ, ഫൈറ്റായി. ഫൈറ്റാണ്. എന്തായാലും ആർക്കും തന്നെ പിടിക്കാൻ പറ്റില്ല. അതെന്തായാലും ഉറപ്പാണ്. അവിടെ ഒരാൾ കണ്ടില്ലേ ഗൈസ്? 3 അടി മേടിക്കുക. ഗ്ലാസ് മേക്കർ ആരാ? ഞാൻ ചെയ്യണോക്ക് 3 വാക്കിങ്. ഇപ്പം എൻ്റെ സ്പീഡ് കുറഞ്ഞു. എനിക്ക് ഇനി ഇത് ഓൺ ചെയ്തതിനുണ്ട് സ്ക്രീൻ കുറച്ചിട്ട് ബാക്കിലോട്ട്. എൻ്റെ സ്പീഡ് മോഡാണ്. അല്ലെങ്കിൽ അടിച്ചിട്ട് ഞാൻ കൊല്ലാൻ പറ്റും. ഞാൻ കൊല്ലൂല. നമുക്ക് നല്ല പവർ ഉണ്ട്. അതാണ്. പക്ഷെ എന്തിനാണ് വെറുതെ ആൾക്കാരെ കൊല്ലണം? ഒരാൾ മാത്രം. ഇതിപ്പോൾ മിക്ക എല്ലാത്തിലും ഒരാൾ മാത്രമേ ചെയ്യാറ്. ഇതെന്താ മനസ്സിലായി? ഇനി ജൂൺ 29 പുതിയ അപ്ഡേറ്റ് വരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ ഇടും. ഇനി അടുത്ത ഗെയിം ഏതാണ്? അടുത്ത അല്ല പെന്തലോണാണ്. നമുക്ക് നല്ല നല്ല പ്ലേയേഴ്സിനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചാവാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഫുൾ ഗെയിം കഴിയണ വരെ ഇവിടെ ഉണ്ടാവും. അതിപ്പോൾ പ്ലെയറായിട്ടും ആവാം ഗാർഡായിട്ട്. നമ്മളിപ്പോൾ പ്ലെയറായിട്ട് ചത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാർഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഗോഡല്ല, ഗാർഡ്. പിന്നെ ഫ്രണ്ട് മാൻ ഗാർഡ് അല്ല, മറ്റേ റെഡ് ഗാർഡല്ല, അതല്ല. ഞാൻ ചൂസ് ചെയ്തില്ല. ഞാൻ ഇത് ചൂസ് ചെയ്തു. ആരും ഇങ്ങോട്ട് കയറി വരില്ലേ? ഏത് ഗെയിം എടുക്കും? ഞാൻ ലാസ്റ്റ് ഗെയിം എടുക്കാം. ലാസ്റ്റ് ഗെയിം എടുത്താൽ നമുക്ക് കുറച്ച് റിസ്ക് എടുക്കണ്ടേ? അതെന്താ ഈ പെൺകുട്ടിയുടെ തല ഇങ്ങനെ ജയിക്കൂടെ? ഓക്കെ, ഈസി ഡൺ. അടുത്ത് എനിക്കറിഞ്ഞൂടെ 5th ഗെയിം കുറച്ച് പാടായിരിക്കും. കഴിഞ്ഞ അത് എറിഞ്ഞു പോലില്ല. പിന്നെന്താ? അതെന്താ ഗ്ലിച്ചാണ്. ഇത് ഈസിയാണ്. അത് തൊടണ ആ സമയത്തിന് തോക്കുന്നീ എടുക്കടി. എവളെന്തേ കാണിക്കണ? നമ്മളത് ഓപ്പിക്കുന്നു. 2nd 3rd ഗെയിം ഞാൻ കൊടുക്കട്ടെ. ടച്ച് ഇറ്റ് ഫാസ്റ്റ്.
തേർഡ് ഇട് 4 എന്നാ എൻ്റെ ഗൈഡ് ലൈൻസ് കൊണ്ട് എത്തി ജയിപ്പിച്ചു. അതാ 4th പ്ലെയർ ലെഫ്റ്റ് അടിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തോക്കില്ലേ ഗൈസ്. അറിയില്ല ഈ കളി കളിക്കാൻ. ഈ ഗാർഡ്സ് ഇവിടെ നിൽക്കുന്നതാണ് വേറെ പ്രശ്നം. ഞാൻ ഹോൾഡ് ചെയ്യുന്നു ഗൈസ്. ഈ ഗെയിം സമ്മതിക്കില്ല. മിക്കവാറും നമ്മൾ നോക്കുന്നതാണ്. യെസ് 1. യെസ് ഗൈസ്, നമ്മൾ ജയിച്ചു. 48ാമത്തെ സെക്കൻഡ് നമ്മൾ ജയിച്ചു. യേസ്. ഞാൻ പറഞ്ഞില്ല അത് നല്ല പാടാണ് വിചാരിക്കണമെന്ന്. ഇതെന്താ ഗൈസ് നോക്കട്ടെ ആരൊക്കെ ചാവുന്നു നമുക്ക് ഇവിടെ കാണാറുണ്ട്. അവിടെ ചാടും. പിന്നെ ഫ്രണ്ട്മാനാണ്. അതാണ് നാണക്കേടെന്ന് പറഞ്ഞു. കഴിഞ്ഞ കഴിഞ്ഞു ഗൈസ്. എല്ലാവരും ഒരു ഹ്യൂജ് ക്ലാപ്പ് അടിക്കുക. യെസ് ഞാൻ ജയിച്ചു ഗൈസ്. യെസ് അടുത്ത ഗെയിം ഏതാ ഗൈസ്? മിങ്കിളാണ്. ഇത് മിക്കവാറും എത്ര ഡ്യൂറേഷൻ വരുന്ന എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. എപ്പോഴും വന്നേക്കാം ഗൈസ്. ഞാൻ മുകളിലൊക്കെ പോകും. ഓക്കെ യെസ് മിങ്കിൾ. അങ്ങോട്ട് ചാടാൻ പറ്റുമോ? മിങ്കിളിൻ്റെ ഓൺ ചെയ്തു. ഇനി ഇതിലും ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. എൻ്റെ മൈക്ക് വർക്ക് ആവുണ്ടായിരുന്നില്ല, ഓണായിരുന്നില്ല. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. സോ നമ്മളിപ്പോൾ ഈ ഒരു ഗെയിമിൽ എന്താ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. സോ ഇവിടെ ഗെറ്റ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 1 ആൻഡ് എൻ്റർ എ റൂം എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഞാൻ അതറിയാതെ അങ്ങനെ കളിച്ചുകൊണ്ട് പോയി. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ മറന്നുപോയി. അപ്പോൾ 15 ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ കുതിരയായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ചാടി കളിക്കുമ്പോൾ ആ ഒരു ശ്രദ്ധയിലായി. പിന്നെ ഞാൻ മറന്നുപോയി ആ ഒരു ഗ്രൂപ്പിലായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിന്നെ 2 സെക്കൻഡ് ആയപ്പോഴാണ് പിന്നെ ശ്രദ്ധിച്ചത് റൂമിൽ കയറണേന്ന് പറഞ്ഞത്. അപ്പോഴേക്കും പിന്നെ നമ്മൾ കൊന്നു. പക്ഷെ നമ്മൾ കണ്ടിന്യൂ ആസ് എ ഫ്രണ്ട് മാൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക കളി റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ കളി റീസ്റ്റാർട്ട് ചെയ്തു. എല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ആ ഒരു ബോഡി അവിടെ നടന്നു. സോ നമ്മളെന്തായാലും ഫ്രണ്ട് മാനായിട്ട് കണ്ടിന്യൂ ചെയ്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതെ വഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതെ ഇത് കളിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞ ആദ്യം എൻ്റെ ഐഡൻറ്റിറ്റി എന്താ പറയുക കാണാൻ പറ്റില്ല. ആൾക്കാർക്ക് മനസ്സിലാവില്ല ഞാൻ ഫ്രണ്ട് മാനാണ്. പക്ഷെ ഞാൻ ചത്തപ്പോൾ നമുക്ക് ഫ്രണ്ട് മാൻ ആവാൻ പറ്റും. അതാണ് സംഭവിച്ചത് ഇപ്പോൾ. പിന്നെ നമ്മൾ ഇവിടെ ആൾക്കാരും
ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കണം, ഇങ്ങനെ ഗ്രൂപ്പിൽ കയറാത്തവരൊക്കെ അങ്ങനെ 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 കൊന്നു പോവാണ്. അതാണ് മെയിൻലി സംഭവിച്ചത് അല്ലേ. ഇവിടെയൊക്കെ 3 പേര് കയറുന്നവരൊക്കെ 1, 2 എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഡയറക്റ്റ്ലി അവരെ ഷോട്ട് ചെയ്ത് ഇവിടെ ഷോട്ട് ചെയ്ത് കൊന്നു. എന്നിട്ട് അവരെ ബോഡി ക്ലീനപ്പ് ചെയ്തു. അതാണ് ചെയ്തത് ശരിക്കും. ക്ലീൻ ചെയ്തത് അതാണ് ശരിക്കും സംഭവിച്ചത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 3rd ഗെയിമിൽ ഞാൻ ഗ്രൂപ്പ് സൈസ് 2 എന്ന് തോന്നുന്നു 2 കൊടുത്തു. അങ്ങനെ എന്താ പറയുക ഇതാക്കി എങ്ങനെയൊക്കെയോ ആണ് ഇത്ര എത്തിച്ചത് തന്നെ. അത് വേറെ പിന്നെ ഞാൻ ഇവിടെ എൻ്റർ ഞാൻ പിന്നെ ശ്രദ്ധിച്ചു, എൻ്റർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു VIP റൂം കിട്ടുന്നുണ്ട് ഈ കളി കാണാനായിട്ട്. അതാണിപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ എനിക്ക് ആൾക്കാരൊക്കെ എന്താ കാണാൻ പറ്റും, ആരൊക്കെ ഏത് മുറി കയറി അതൊക്കെ അറിയാൻ പറ്റും. അതാണ് ഈ VIP റൂമിൻ്റെ പ്രത്യേകത. എന്നിട്ട് ഈ എൻ്റർ ബട്ടൺ അടിച്ചപ്പോൾ ഞാൻ തിരിച്ച് ഈ ഒരു ഇതിലോട്ട് വന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല, ഒന്നുമില്ല. അതാണ് ആ ഒരു കുതിരയിൽ ശ്രദ്ധിച്ചാണ് എൻ്റെ എല്ലാത്തിനും കാരണം ശരിക്കും പറഞ്ഞാൽ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം ജയിച്ചേനെ. അതാണ് അതാണ്. പിന്നെ നമ്മുടെ കളി കഴിഞ്ഞു. പിന്നെ നേരെ അടുത്ത ഗെയിമിലോട്ട് പോവും. നിങ്ങളിപ്പോൾ കണ്ടോ, അടുത്ത ഗെയിമിലോട്ട് പോവും. യു വിൽ ബി ഷോർട്ട്ലി മൂവ് ടു ദ ലോബി എന്ന് പറഞ്ഞു അടുത്ത ഗെയിമിലോട്ട് പോകും. അത് സ്വാഭാവികമാണ്, പോവും. അങ്ങനെ എന്നിട്ട് ഇവിടെ 5 players ഹാവ് ബീൻ എലിമിനേറ്റഡ്. പ്ലെയേഴ്സ് റിമൈനിങ് 8 ആൾക്കാരും കൂടെ റിമെയിൻ ചെയ്യുന്നുണ്ട്. ആ 8 ആൾക്കാരെ വെച്ച് കളിച്ച ഗെയിം ഏതാണെന്ന് നിങ്ങൾക്കറിയാം? യെസ് ഗായ്സ്, നിങ്ങൾ വിചാരിച്ചത് തന്നെ. നമ്മുടെ എന്താ പറയുക, ഇത് മറ്റേ എന്തായാലും വിളിക്കുക, റോപ്പ് വെച്ച് കളിക്കില്ലേ എൻ്റെ അതെന്താ പറയാന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ നടന്ന് തേരപ്പാര പോവാണ്. എനിക്ക് അവിടെ തന്നെ പോകണമെന്നൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി എന്നെ അവിടെ എത്തിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ തേരപ്പാര ഇങ്ങനെ പോകണം. ചില ഗെയിംസിലൊക്കെ ടഗ് ഓഫ് വാർ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ടഗ് ഓഫ് വാർ. പിന്നെ ഞാൻ ഒരു സീക്രട്ട് വേ എന്തോ കണ്ടുപിടിച്ചു. അതാണല്ലേ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, എന്തോ ഒരു സ്റ്റേഴ്സ് പോലെ. അതെന്താ എനിക്ക് മനസ്സിലായില്ല. അതാണല്ലേ ഒരു സ്റ്റേഴ്സ് പോലെ വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു, ഇതെന്താ സംഭവം. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. പിന്നെ അതിങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ 50-50. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബട്ടൺ പ്രസ് ചെയ്യണം. എനിക്ക് അവസാനം ഇവിടെ 4 ആൾക്കാർ മരിച്ചു. 4 തന്നെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് റൈറ്റിൽ നോക്കി 80%. അപ്പോൾ അവർ നല്ല പവർ കൊടുത്തു. എല്ലാത്തിനും 3 പേര് ചത്തു എന്നായി തോന്നുന്നു. റിമൈനിങ് പീപ്പിൾ 4, 4 പേര് എലിമിനേറ്റഡായി. പിന്നെ നമ്മൾ നേരെ പോണത് ഏത് ഗെയിമിലായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഗ്ലാസ് ആണ്. അവിടെ ഒരു ലെഫ്റ്റ് ആ ഒരു ഇതിൽ എന്താ പറയുക കാണാൻ പറ്റുന്നുണ്ട്. CCTVയുടെ അപ്പുറത്തൊക്കെ ഇത് കാണാൻ പറ്റുന്നു. ഗ്ലാസ്സാണ് പിന്നെ കളി, ഗ്ലാസ്സിലാണ് പിന്നെ നിങ്ങൾ ഫുള്ള് കാണാൻ പോണ പരിപാടി. അപ്പം ഫ്രണ്ട് മാൻ അല്ലേ, എനിക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഗെയിമിൽ. ഫ്രണ്ട് മാൻ ആയതുകൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് നമുക്ക് ചത്താൽ നമുക്ക് ഫ്രണ്ട് മാനായിട്ട് കളിക്കാൻ പറ്റും. ഫ്രണ്ട് മാൻ്റെ ഓപ്ഷൻ എടുത്താൽ മാത്രം. അത് അല്ലേ ഇവിടെ കുറേ പരിപാടി ചെയ്ത്. പിന്നെ ഞാൻ നേരെ ഗ്ലാസിൻ്റെ അവിടെ എത്തി. പിന്നെ അവർ പറഞ്ഞു എനിക്ക് സെലക്ട് ചെയ്യാൻ ഏതൊക്കെ ബാഡ് എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാഡ് സെലക്ട് ചെയ്ത് പോയി. അത് നിങ്ങൾക്ക് കാണാം, ഏതൊക്കെയാണ് ബാഡ് ഏതൊക്കെയാണ് ഗുഡ് എന്ന് ഞാൻ താഴെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിപ്പോൾ വരും അതിൻ്റെ സ്ക്രീൻ. ഞാൻ ബാഡ് അങ്ങനെ കൊടുത്തു. പിന്നെ ഞാൻ മുകളിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാൻ പറ്റും. കണ്ടോ ഏതൊക്കെ റെഡ് കളറൊക്കെ കാണിക്കുന്ന ബാഡാണ്, പിന്നെ ആ പ്ലെയിനായിട്ട് കാണിക്കുന്നതൊക്കെ ഗുഡാണ്. അവിടെ ചവിട്ടിയാൽ പ്രശ്നമില്ല, പക്ഷേ റെഡിൽ ചവിട്ടിയാൽ നിങ്ങൾ താഴെ വീഴും. അങ്ങനെ ആദ്യത്തെ ആൾ നേരെ ആ ഒരു ഗുഡ് ഗ്ലാസ്സിലോട്ട് ചാടി. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അടുത്ത ആൾ നേരെ എന്താ പറയുക വീണ്ടും ഗുഡ് ഗ്ലാസ്സിൽ ചാടിയെന്ന് തോന്നുന്നു. നിങ്ങൾ കാണാതാ അതെ അങ്ങനെ ചാടി. അങ്ങനെ 3 പേരും
3 പേരും ചാടി. എന്നിട്ട് അടുത്ത ആളെന്തോ എനിക്ക് തോന്നുന്നു ഇതായപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ എന്തോ മെസ്സേജ് അയച്ചിരിക്കുന്നു. ടിക്ക് ടിക്ക് ടിക്കെന്ന് പറഞ്ഞ് ഡോട്ടൊക്കെ ഇട്ടിട്ട് ആണ് മെസ്സേജ്. എന്താ എനിക്ക് മനസ്സിലായില്ല അത്. പിന്നെ നേരെ അയാൾ റോങ് ക്ലാസ്സിൽ ചാടി. ഞാൻ ക്ലീനപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഗാർഡ് ഫുള്ള് എന്നെ ചെയ്യാനേ അനുവദിക്കുന്നില്ല. അപ്പോഴേക്കും ഇയാൾ പോയിട്ട് ക്ലീനപ്പ് ചെയ്യാം. എനിക്കൊന്ന് ക്ലീൻ ചെയ്യാൻ ലാസ്റ്റിലാണ് ചാൻസ് കിട്ടിയത്. ഓക്കെ, അതിന് രണ്ടാമത്തെ ആൾക്ക് ചത്തു. ഇനി 3 ചത്തു. അങ്ങനെ അതിൻ്റെ ബോഡി എനിക്ക് ക്ലീൻ ചെയ്യാൻ സമ്മതിച്ചില്ല. പിന്നെ അതാ ഈ ഒരാളും കൂടെ ലെഫ്റ്റായിരുന്നു. ഇങ്ങനെ ചാടി പോയി. അവസാനം എന്താ പറയുക, ഞാൻ വിചാരിച്ച് ജയിക്കുന്നു, പക്ഷെ ജയിച്ചില്ല. പിന്നെ ഞാൻ അവസാനം ആ ഒരു ബോഡി എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോഴാണ് എനിക്ക് സന്തോഷമായി. അപ്പോൾ 4 പ്ലെയർ എലിമിനേറ്റഡായി. എന്താ ടോട്ടൽ ക്യാഷ് പ്രൈസ് ഹാസ് ബീൻ ഇൻക്രീസ് ബൈ 50 എന്ന് പറഞ്ഞു. ദ ഗെയിം എൻ്റെ ഇത്രയേ ഉള്ളൂ ഗെയിം. കാരണം വെച്ചാൽ എല്ലാവരും ചത്തതിന് ഗെയിം എൻ്റെ ആവും. അതാണ് സംഭവം. ഇതിൽ ടോട്ടൽ നോ വിന്നേഴ്സ് കണ്ടേ ആണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ല വീഡിയോസായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഫേസ് ക്യാം വെച്ച് തുടങ്ങും. സോ